പുതിയ വഖഫ് നിയമം പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ മുനമ്പം ഭൂസംരക്ഷണ സമിതി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ന് മുനമ്പത്തെത്തുമെന്ന് അറിയുന്നു. NDA സംഘടിപ്പിക്കുന്ന അഭിനന്ദൻ സഭ എന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. മുനമ്പം വിഷയത്തിൽ BJP രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുന്നുവെന്ന ആരോപണം കോൺഗ്രസും CPIM-ഉം ശക്തമാക്കുന്നതിനിടെയാണ് കേന്ദ്രമന്ത്രിയുടെ മുനമ്പത്തെ സന്ദർശനം. വിഷ്ണു സുരേഷ് മുനമ്പത്ത് നിന്ന് തത്സമയം ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. 11 മണിയോടുകൂടിയാണ് കിരൺ റിജിജു വിമാനത്താവളത്തിലെത്തുക. അതിനുശേഷം എറണാകുളം വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ഡോക്ടർ കളത്തിപ്പറമ്പ് പിതാവുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ നാളുകളിൽ BJP സർക്കാർ എന്തെല്ലാം കാര്യങ്ങൾ ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ചെയ്തു, അക്കാര്യങ്ങളിലൊക്കെ ഒരു വിശദീകരണം അദ്ദേഹം ഈ കൂടിക്കാഴ്ചയിൽ നടത്തും. അതിനുശേഷം 12:30 വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. 4 മണിയോടുകൂടിയാണ് ഈ മുനമ്പത്തേക്ക് എത്തുക. ഇവിടെ സമരപ്പന്തൽ സന്ദർശിക്കും. അതിനുശേഷം BJP തന്നെ ഒരുക്കിയിട്ടുള്ള അഭിനന്ദൻ സഭയുടെ ഭാഗമായി അദ്ദേഹം സംസാരിക്കും. പ്രത്യേകിച്ച് വഖഫ് ബില്ല് അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്വീകരണം എന്ന രീതിയിലാണ് പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് BJP കിരൺ റിജിജുവിന്റെ വരവ് ഒരു രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. കാരണം വഖഫ് ബില്ല് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ നേട്ടം കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊരു ശ്രമം ഇതിനോടകം തന്നെ BJP ആരംഭിച്ചിട്ടുണ്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനൊക്കെ അത് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത്. ആ ഘട്ടത്തിലാണ് കിരൺ റിജിജുവിന്റെ വരവ് എന്നുള്ളതും പ്രധാനമാണ്. പക്ഷേ മുനമ്പം ജനത അല്ലെങ്കിൽ ഭൂസംരക്ഷണ സമിതി ഈ വിഷയവുമായി വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നത് കിരൺ റിജിജു ഈ സമരപ്പന്തലിലേക്ക് വെറുങ്കയോടെ വരേണ്ടതില്ല, തങ്ങൾക്കൊരു വ്യക്തത വേണം. 185 ദിവസത്തിലേക്ക് തങ്ങളുടെ സമരം കടക്കുകയാണ്. ആ ഘട്ടത്തിൽ പുതിയ വഖഫ് ബില്ല് പാസ്സായ ഒരു പശ്ചാത്തലത്തിൽ എപ്പോഴാണ് ഈ വിഷയത്തിനൊരു പരിഹാരമുണ്ടാകുക എന്നൊരു ക്രിസ്റ്റൽ ക്ലിയർ മറുപടി നൽകാൻ അദ്ദേഹത്തിനാകുമോ എന്നൊരു ചോദ്യമാണ് ഭൂസംരക്ഷണ സമിതി ചോദിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഒരുപക്ഷെ ഇന്ന് നടക്കും. കോൺഗ്രസും CPM-ഉം ഇതിനെ വലിയ രീതിയിൽ ശക്തമായി എതിർക്കുകയാണ്. അതായത് BJP രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നു, ഈ വിഷയം ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല, പക്ഷേ ഒരു പുകമറ സൃഷ്ടിക്കാൻ BJP ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായാണ് കേന്ദ്രമന്ത്രിയുടെ വരവെന്നടക്കമുള്ള ആരോപണങ്ങൾ മറുപക്ഷത്തു നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും ഈ കിരൺ റിജിജുവിന്റെ വരവ് അത് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. 4ാമത്തെ മന്ത്രിയാണ്, കേന്ദ്രമന്ത്രിയാണ് മുനമ്പത്തേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നതെന്നുള്ളതും BJP ഈ വിഷയത്തെ എത്രത്തോളം പ്രാധാന്യമായി കാണുന്നുണ്ട് എന്നതിന്റെ പ്രധാനപ്പെട്ട അടയാളമാണ്. വൈകിട്ട് 4 മണിക്കാണ് കിരൺ റിജിജു സമരപ്പന്തലിലേക്ക് എത്തുക.